നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പയ്യാമ്പലത്തിന് ഇന്ന് കറുത്ത ഞായറാണ്. പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ 3 പേർ തിരയിൽപ്പെട്ട് മരിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥികളായ അഫ്നാൻ, റഹാനുദ്ദീൻ, അഫ്രാസ് എന്നിവരാണ് മരിച്ചത്. കർണാടക സ്വദേശികളായ 8 പേരടങ്ങുന്ന സംഘം പയ്യാമ്പലത്തെ റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇവരെല്ലാം ബാംഗ്ലൂരിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. രാവിലെയാണ് ഈ 8-അംഗ സംഘം കടലിൽ കുളിക്കാനിറങ്ങിയത്. ഇതിനിടെയാണ് 3 പേർ തിരയിൽപ്പെട്ടത്. അവധി ആഘോഷിക്കാൻ എത്തിയവരാണ് ഇവർ. എല്ലാവരും കർണാടക സ്വദേശികളാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസമാണ് ബീച്ചിനടുത്തുള്ള റിസോർട്ടിലെത്തിയത്. ഇവിടെ നിന്ന് ഇന്ന് രാവിലെയാണ് 8 പേർ ബീച്ചിൽ കുളിക്കാനെത്തിയത്. ഇതിൽ അഫ്രാസ് ആണ് ആദ്യം കുളിക്കാനിറങ്ങിയത്. ഇയാൾ ഒഴുക്കിൽപ്പെട്ടതോടെ മറ്റു 2 പേർ രക്ഷിക്കാനിറങ്ങി. വൈകാതെ 3 പേരും തിരയിൽപ്പെടുകയായിരുന്നു. ഇതോടെ മറ്റുള്ളവർ മത്സ്യത്തൊഴിലാളികളെയും നാട്ടുകാരെയും വിവരം അറിയിച്ചു. ഇവർ നൽകിയ വിവരത്തെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൂവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പേരെ നാട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും ഇവരുടെ നിലയും അതീവ ഗുരുതരമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് 3ാമത്തെ ആളിനെയും കിട്ടി. 3ാമത്തെ ആളെയും കടലിൽ നിന്ന് എടുക്കുമ്പോഴും മരിച്ചിരുന്നു. സാധാരണയായി ആരും കുളിക്കാനിറങ്ങാത്ത ഭാഗത്താണ് കർണാടക സ്വദേശികൾ കടലിലിറങ്ങിയത്. അപകട സാധ്യത ഉള്ളതിനാൽ കുളിക്കാനിറങ്ങുന്നവരെ വിലക്കാറുണ്ടെങ്കിലും പലരും ഇത് ചെവിക്കൊള്ളാറില്ല. ഇവിടെയും ദുരന്തമുണ്ടാക്കിയത് ഈ വിലക്ക് ലംഘിക്കലാണ്. ബാംഗ്ലൂരിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ അഫ്നാൻ, റഹാനുദ്ദീൻ, അഫ്രാസ് എന്നിവരാണ് മരിച്ചത്. ബീച്ചിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥികൾ തിരയിൽപ്പെടുകയായിരുന്നു. 3 പേരും കർണാടക സ്വദേശികളാണ്. ഈ വന്നിട്ടുള്ള എല്ലാവരും മെഡിക്കൽ വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. ഏതായാലും അഫ്നാനെയും റഹാദുനെയും നാട്ടുകാരും മറ്റും ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിന് പിന്നാലെയാണ് അഫ്രാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് മറ്റൊരു സമാനമായിട്ടുള്ള രീതിയിലുള്ള മരണം കൂടെ സംഭവിച്ചിരുന്നു. പാലക്കാട് കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഇരട്ട കുട്ടികൾ 2 പേരും മുങ്ങി മരിച്ചിരുന്നു. ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ലക്ഷ്മണൻ, ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഇരട്ട സഹോദരനായ രാമൻ എന്നിവരാണ് ലങ്കേശ്വരം ശിവക്ഷേത്ര കുളത്തിൽ മുങ്ങി മരിച്ചത്. സംഭവത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് അണിക്കോട് നിന്ന് ഇരുവരെയും കാണാതായത്. ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. കാണാതായതോടെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാമന്റെ വസ്ത്രങ്ങൾ കുളത്തിന്റെ കരയിൽ കണ്ടെത്തി. ഫയർഫോഴ്സ് രാവിലെ നടത്തിയ തെരച്ചിലിൽ ലക്ഷ്മണന്റെ മൃതദേഹം കണ്ടെത്തി. പിന്നാലെ രാമന്റെ മൃതദേഹവും കണ്ടെത്തി. ഇരുവർക്കും നീന്തൽ അറിയില്ല. മീൻ പിടിക്കാൻ ഇറങ്ങിയതാണെന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ വിശദ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ശനിയാഴ്ച വൈകിട്ട് കുളത്തിനടുത്തുള്ള ലങ്കേശ്വരം ശിവക്ഷേത്രത്തിൽ ഇരുവരും പോയിരുന്നു. ഇതിനുശേഷം ഇവരെ കാണാതാവുകയായിരുന്നു. ഇന്നലെ മുതൽ കുളത്തിലും പരിസരത്തും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ കുളിക്കാനെത്തിയവരാണ് ലക്ഷ്മണന്റെ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹം പുറത്തെടുത്തു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലാണ് രാമന്റെ മൃതദേഹവും കണ്ടെത്തിയത്.